ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇന്ത്യ ഇപ്പോൾ 2027 ഫൈനാൻഷ്യൽ ഇയർ ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇപ്പം പല സെക്ടറിലും നമുക്ക് ക്ലിയർ ആയിട്ട് ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സോളാർ ഇൻഡസ്ട്രി 53x വളർന്നു, ബാങ്ക് ക്രെഡിറ്റ് സ്പേസ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ട്. അപ്പൊ ഈ ഒരു നമ്പേഴ്സ് ഒക്കെ ഇവിടെ തെളിയിക്കുന്ന ഒരു സിമ്പിൾ കാര്യമാണ്, ഇന്ത്യയുടെ ഗ്രോത്ത് ഒരു സിംഗിൾ തീം അല്ല, ഇതൊരു മൾട്ടി സെക്ടർ എക്സ്പാൻഷൻ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Q4 FY26 റിയൽ ഗ്രോത്തും എക്സ്പാൻഷനും വിസിബിൾ ആയ 5 ബെസ്റ്റ് റിസൾട്ട് ഡ്രിവൻ സ്റ്റോക്സ് ആണ് നോക്കാൻ പോകുന്നത്. കാരണം ക്വാർട്ടർലി റിസൾട്ട്സ് ജസ്റ്റ് നമ്പേഴ്സ് അല്ല, പ്രൈസ് ഡിസ്കവറിയുടെ ഏറ്റവും വലിയ ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ഓരോ കമ്പനിയെയും അവരുടെ ബിസിനസ് മോഡൽ, ഗ്രോത്തിന്റെ മെയിൻ ഫാക്ടേഴ്സ്, അതിലെ അടുത്ത ക്വാർട്ടറിലെ മെയിൻ ഇവന്റ്സ് എല്ലാം വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വന്ന് വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ Q4-ൽ കമ്പനി സെയിൽസ് 131% വളർന്നു, അതുപോലെ എബിറ്റ അതുപോലെ പാറ്റും 60%-ലധികം ഇവിടെ വളർന്നു. അപ്പൊ കമ്പനി സോളാർ EPC ആണ്, അതായത് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പൊ നമ്മളിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സോളാർ പ്രൊജക്ട്സ് അവർ ഡിസൈൻ ചെയ്യും, ബിൽഡ് ചെയ്യും, അതുപോലെ തന്നെ ഇവിടെ മാനേജ് ചെയ്യും. ഇവിടെ മോഡൽ അസറ്റ് ലൈറ്റ് ആണ്, അതായത് കമ്പനിക്ക് വലിയ അസറ്റ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ കുറവാണ്. അപ്പൊ പ്രൊജക്ട്സ് ചെയ്ത് അവർ ഇൻകം ഉണ്ടാക്കും, പിന്നെ മെയിൻ്റെനൻസ് വഴി റെഗുലർ ഇൻകം ഇവിടെ കിട്ടും. അപ്പൊ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്, അവർ സ്വന്തം പാനൽസ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പൊ അവര് തേർഡ് പാർട്ടി വെൻഡേഴ്സ് അല്ലെങ്കിൽ പാരന്റ് കമ്പനിയിൽ നിന്നാണ് മൊഡ്യൂൾസ് ഇവിടെ പ്രൊക്യൂർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സോളാർ തീം പെട്ടെന്ന് തന്നെ ഇവിടെ സ്കെയിൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിൽ കപ്പാസിറ്റി 39% CAGR വളർന്ന് 150-ലധികം ഗിഗാവാട്ട് എത്തിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ടേക്ക് പോകുമ്പോഴേക്കും സെയിം EPC സെഗ്മെന്റ് 23% വളരും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുമ്പോൾ ഗ്രോത്ത് ഇവിടെ സ്ട്രോങ് ആണ്. 3 വർഷത്തിൽ 112% സെയിൽസ് CAGR, അതുപോലെ 105% പ്രോഫിറ്റ് CAGR. എന്നാൽ ഇവിടെ മാർജിൻ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം ബിസിനസ് മിക്സിന്റെ ഇമ്പാക്ട് ആണ്. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ കമ്പനി 2 തരത്തിലുള്ള കോൺട്രാക്ട്സ് ആണ് ഇവിടെ എടുക്കുന്നത്, ബാലൻസ് ഓഫ് സിസ്റ്റം അതുപോലെ ടേൺ കീ. അപ്പോൾ ടേൺ കീ പ്രോജക്ട്സ് മൊഡ്യൂൾസ് അവർ സ്വന്തം ഇവിടെ പ്രൊക്യൂർ ചെയ്യണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ കോസ്റ്റ് കൂടും, അതിൽ മാർജിൻ ഇവിടെ ഡൈല്യൂട്ട് ആകും. അപ്പൊ ഈ ഒരു ട്രെൻഡിന്റെ ഇമ്പാക്ട് ഈ അടുത്ത ക്വാർട്ടറിലും വിസിബിൾ ആയിരുന്നു. അപ്പൊ സെയിൽസ് ഏകദേശം 131% കൂടി, എന്നാൽ EPC കോൺട്രാക്ട് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് എക്സ്പെൻസ് ഇവിടെ വേഗത്തിൽ കൂടി OPM മാർജിൻ 18.8%-ലേക്ക് വന്നു. Q4 വരെ വാരി റിന്യൂവബിൾസിന് 2.8 ഗിഗാവാട്ട് പീക്ക് ഓർഡർ ബുക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ ഏകദേശം 2800 മുതൽ 3500 കോടിയാണ്. അപ്പൊ ഇത് 2026 ഫൈനാൻഷ്യൽ ടോട്ടൽ റവന്യൂവിന് ഈക്വൽ ആണ്. അതേസമയത്ത് കമ്പനി 36 ഗിഗാവാട്ടിന്റെ പീക്ക് പ്രോജക്ട് പൈപ്പ് ലൈൻ ഉണ്ട് ബിൽഡിംഗ് സ്റ്റേജിൽ. അത് 2026 ഫൈനാൻഷ്യൽ എക്സിക്യൂട്ടീവ് കപ്പാസിറ്റിനേക്കാളും 13 ഇരട്ടിയിലും അധികമാണ്. ഇവിടെ നമ്മൾ കുറച്ച് മെയിൻ മെട്രിക്സ് നമ്മൾ നോക്കിയാൽ ROCE അറൌണ്ട് 84% ആണ്. ഇത് ഇൻഡസ്ട്രീനേക്കാളും ബെറ്റർ ആണ്. അതുപോലെ അവർ അസറ്റ് ലൈറ്റ് മോഡൽ ആയതുകൊണ്ട് കമ്പനിക്ക് വലിയ മെഷീൻസ് ഒന്നും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാഷ് ഫ്ലോ എല്ലാം സ്മൂത്ത് ആയിരിക്കും. കൂടാതെ സ്റ്റോക്കിന്റെ P 28x ആണ്. ഇത് ഇൻഡസ്ട്രി മീഡിയനേക്കാൾ ഇവിടെ താഴെയാണ്. എന്നാൽ നമ്മൾ ഇവിടുത്തെ റിസ്ക്കും കൂടി ഇവിടെ മനസ്സിൽ വെക്കണം. അപ്പൊ ആദ്യത്തെ റിസ്ക് റിസീവബിൾസ് അതുപോലെ ഇൻവെന്ററി കൂടുന്നതാണ്. അപ്പൊ സെയിൽസ് ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വേഗത്തിലാണ് കൂടുന്നത്. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷർ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ക്ലോസ് ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യണം. പിന്നെ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ ഇവിടെ കുറയുന്നുണ്ട്, കാരണം അവർ ചെയ്യുന്ന പ്രോജക്ട്സിന്റെ ടൈപ്പ് ഇവിടെ മാറി. അതിൽ EPC സെഗ്മെന്റിൽ ഒരു വലിയ മാറ്റം ഇവിടെ വന്നു. ഇപ്പൊ പ്രോജക്ട്സ് ഒന്നും ചെറുതല്ല, വലിയ ഗിഗാവാട്ട് സ്കെയിൽ സോളാർ പാർക്സ് ആയി മാറി. അപ്പൊ ഇത് കാരണം പ്രൊജക്ട് അപ്രൂവ് ആയി കഴിഞ്ഞാലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 6-8 മാസം ഇവിടെ എടുക്കും. അതുപോലെ ഇവിടെ ഓർഡേഴ്സ് റെഗുലർ ആയിട്ട് ഇവിടെ വരുന്നില്ല. സോ നമ്മളിവിടെ ഓർഡർ പൈപ്പ് ലൈനും എക്സിക്യൂഷനും ഇവിടെ ക്ലോസ് ആയിട്ട് തന്നെ ഇവിടെ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ അടുത്ത കമ്പനി വന്ന് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. അപ്പൊ മാർച്ച് 2026 ബാങ്കിന്റെ ടോട്ടൽ ഇൻകം 13% കൂടി, അതേസമയത്ത് എക്സ്പെൻസ് ഇവിടെ കൺട്രോളിൽ തന്നെ നിന്നു. അപ്പൊ ഇത് കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 17% ഗ്രോത്ത് ഇവിടെ കണ്ടു. അപ്പൊ ലോവർ പ്രൊവിഷൻസ് കാരണം നെറ്റ് പ്രോഫിറ്റ് 35% കൂടി. അപ്പൊ ഇതൊരു മിഡ് സൈസ് PSU ബാങ്ക് ആണ്. റീറ്റെയിൽ, MSME അതുപോലെ കോർപ്പറേറ്റ് സെഗ്മെന്റിൽ ലോണുകൾ നൽകുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ 23% സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്, അതിൽ 39% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. ഇപ്പം 2026 ഫൈനാൻഷ്യലിൽ ഇൻഡസ്ട്രി ക്രെഡിറ്റ് ഗ്രോത്ത് 16% നിന്നു. എന്നാൽ ഈ ഒരു സെയിം പീരീഡിൽ കമ്പനിയുടെ ഗ്രോത്ത് ഏകദേശം 22% ആണ്. അതിൽ 2027 ഫൈനാൻഷ്യലിൽ ഇൻഡസ്ട്രി ഔട്ട്ലുക്ക് 11.7%-ലാണ്. ഇനി നമ്മൾ ഇവരുടെ കുറച്ച് മെയിൻ മെട്രിക്സ് നോക്കുമ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് റേഷ്യോ ഏകദേശം 83%-ലേക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പൈസയിൽ നിന്ന് കൂടുതൽ പാർട്ട് ലോൺ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നാണ്. അതേസമയത്ത് NP ഇവിടെ കുറയുന്നുണ്ട്. അപ്പൊ ഇതൊരു പോസിറ്റീവ് സിഗ്നൽ ആണ്. അപ്പൊ ഇവിടെ കാസ റേഷ്യോ ആണ് കൂടുതൽ അഡ്വാൻറ്റേജ്. ഇത് മാർച്ച് 2025 ക്വാർട്ടറിൽ കൂടി. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? കാസ റേഷ്യോ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിന് കൂടുതൽ ഡിപ്പോസിറ്റ് വരുന്ന ലോ കോസ്റ്റ് അക്കൗണ്ട്സിൽ നിന്നാണ്. അപ്പൊ ഇത് ബാങ്കിന്റെ ഫണ്ടിങ് കോസ്റ്റ് കുറയ്ക്കും. അപ്പൊ ഇവിടെ ഫണ്ടിങ് കോസ്റ്റ് കുറഞ്ഞാൽ ബാങ്കിന്റെ പ്രോഫിറ്റ് മാർജിൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. 2027 ഫൈനാൻഷ്യലിൽ മാനേജ്മെന്റ് 16 മുതൽ 17% ബിസിനസ് ഗ്രോത്ത് ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. പ്രോഫിറ്റബിലിറ്റി ആംഗിളിൽ ടാർഗറ്റ് ഇവിടെ ക്ലിയർ ആണ്. ROE 1.75% നിന്ന് 1.8%-ലേക്ക്,
അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഏകദേശം 3.75%. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലോൺ ഗ്രോത്ത് മാത്രം 1800 മുതൽ 2000 കോടിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇത് ഏകദേശം 15% ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റിസ്ക്കും ക്ലിയർ ആണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് ഏറ്റവും വലിയ റിസ്ക് മാർജിൻ കംപ്രഷൻ ആണ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഓൾറെഡി 3.9% ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ 3.75%ലേക്കാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈൽഡ് ഓൺ അഡ്വാൻസസ് 9.3% 8.7%ലേക്ക് ഇടിഞ്ഞു. അപ്പൊ ബാങ്കിന് 40 മുതൽ 42% എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിലേക്ക് ലിങ്ക് ചെയ്തേക്കുന്നത്, ലൈക്ക് ഇപ്പോൾ റിപ്പോ റേറ്റിലേക്ക്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതനുസരിച്ച് ഇത് ഡയറക്ട്ലി റീപ്രൈസ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ കാര്യം ഇതാണ്, പ്രോഫിറ്റ് ഗ്രോത്ത് കൂടുന്നുണ്ട്, പക്ഷെ അത് കൂടുതലും സ്കെയിൽ ചെയ്യുന്നുണ്ടും ലോവർ പ്രൊവിഷൻസും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർജിൻ ഇവിടെ മോണിറ്റർ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി വരുന്നത് ക്രിസിൽ ലിമിറ്റഡ് ആണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്വാർട്ടറിലാണ് കമ്പനി ഏറ്റവും അധികം സെയിൽസ് ഇതിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഇവിടെ നൽകിയേക്കുന്നത്. സെയിൽസ് ഇവിടെ 30% കൂടി. ഇപ്പൊ ഗ്രോത്ത് കൂടുതൽ ഇവിടെ സപ്പോർട്ട് ആക്കിയത് ഗ്ലോബൽ അനലിറ്റിക്സ് സെന്റേഴ്സ് ആണ്. അപ്പൊ ഇവിടെ S&P ഗ്ലോബൽ റേറ്റിംഗ്സ് കൂടുതൽ വർക്ക് വേറെ ടീമിൽ നിന്ന് കൊടുത്തു. അതേസമയത്ത് മാനേജ്മെന്റ് പ്രകാരം മാർജിൻ ഇംപ്രൂവ്മെന്റ് വന്ന് കൂടുതൽ റവന്യൂ, ബെറ്റർ ബിസിനസ് മിക്സ്, അതുപോലെ സ്ട്രോങ് കോസ്റ്റ് ഡിസിപ്ലിൻ നിന്നാണെന്നാണ്. അപ്പം ഈ ഒരു ഇമ്പാക്ട് മാർജിനിൽ വിസിബിൾ ആയിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 30% ഇവിടെ ഇംപ്രൂവ് ആയി. അപ്പോൾ ബോട്ടം ലൈൻ ഈവൻ സ്ട്രോങ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 46% വളർന്നു. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 22%ലേക്ക് ഇംപ്രൂവ് ആയി. അപ്പൊ ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും കമ്പനിയുടെ ക്രെഡിറ്റ് റിപ്പോർട്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസിൽ ലിമിറ്റഡ് എന്ന പേര് എന്തായാലും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു അനലിറ്റിക്സ് ആൻഡ് റേറ്റിംഗ് കമ്പനിയാണ്. അപ്പൊ ഇവർ 2 രീതിയിലാണ് ഇവിടെ പണം ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യത്തെ റേറ്റിംഗ് സർവീസ് വഴി, രണ്ടാമത്തെ റിസർച്ച് ആൻഡ് ഇൻഫോർമേഷൻ സർവീസ് വഴി. അപ്പൊ ബിസിനസ് മിക്സ് നോക്കുമ്പോൾ ഏകദേശം 70% റവന്യൂ റിസർച്ച് ആൻഡ് അനലിറ്റിക്സ് എന്നാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഏകദേശം 30% റേറ്റിംഗ്സിൽ നിന്നാണ് ഇവിടെ വരുന്നത്. എന്നാൽ റേറ്റിംഗ് സെഗ്മെന്റിലാണ് മാർജിൻ ഇവിടെ കൂടുതലുള്ളത്. ഇന്നിപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ 58 ലക്ഷം കോടിയിലധികം കോർപ്പറേറ്റ് ഡെറ്റ് മാർക്കറ്റിലെ 8 പ്ലേയേഴ്സ് മാത്രമാണ് ഉള്ളത്. ഇതിൽ 51% ഷെയറുടെ ക്രിസിൽ ലിമിറ്റഡ് ആണ് ലീഡർ. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ ഏകദേശം 13% സെയിൽസ് CAGR, അതുപോലെ ഏകദേശം 14% പ്രോഫിറ്റ് CAGR ഉണ്ടായിരുന്നു. ഇപ്പം മാനേജ്മെന്റ് എക്സാക്ട് ഗൈഡൻസ് ഇവിടെ നൽകുന്നില്ല. എന്നാൽ ക്രിസിൽ ലിമിറ്റഡിന്റെ സ്ട്രാറ്റജി ഇവിടെ ക്ലിയർ ആണ്. എക്കോണമി നല്ലപോലെ ഇംപ്രൂവ് ആകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കമ്പനി നല്ലപോലെ ഇവിടെ ഉപയോഗിച്ച് ഗ്രോത്ത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതായത് AUM കൂടും, അതുപോലെ NP ഇവിടെ കുറയും. അപ്പൊ ഇത് ഓവറോൾ ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ എഫിഷ്യൻസി സൈഡിൽ നെറ്റ് സെയിൽസ് ടു എംപ്ലോയി കോസ്റ്റ് 2 ഇരട്ടിയായിരുന്നു. അതുപോലെ ക്രിസിൽ ലിമിറ്റിന് 35% ROC ഉണ്ട്. അപ്പൊ കോമ്പറ്റേറ്റേഴ്സിന് 24 മുതൽ 25% റേഞ്ചിലാണുള്ളത്. അപ്പൊ അതിലും ബെറ്റർ ആണ് ഇവർക്ക്. എന്നാലും നമുക്ക് ഇവിടെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. നിയർ ടേമിൽ ക്രെഡിറ്റ് സൈക്കിൾ സ്ലോ ആവുന്ന റേറ്റിംഗ് സെഗ്മെന്റ് ഇവിടെ ബാധിക്കാം. അപ്പൊ ഇതാണ് ഇൻഫാക്ട് ഹയസ്റ്റ് മാർജിൻ സെഗ്മെന്റ്. ഇവിടെ ഓൾറെഡി ന്യൂ ഇഷ്യൂസ് കുറഞ്ഞു, മാർക്കറ്റ് വീക്കായി തുടങ്ങിയിട്ടുണ്ട്. അതേസമയത്ത് ക്രിസിൽ ലിമിറ്റഡിന്റെ വാല്യുവേഷൻ ഇവിടെ സ്ട്രെച്ച് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ ഗ്രോത്ത് ബേസിസിൽ 39x PE, 5.14x PEG. സോ ഇവിടുത്തെ എക്സ്പെക്ടേഷൻ ഓൾറെഡി മാർക്കറ്റ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോർത്ത് കമ്പനി വന്ന് SG ഫിൻസർവ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ Q4 FY26 ടോട്ടൽ ഇൻകം 95% കൂടി. അപ്പൊ ഇത് ഫാക്ടറിംഗ് ബിസിനസ് തുടങ്ങിയതുകൊണ്ടാണ്. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 77% വളർന്നു. അപ്പൊ എക്സ്പെൻസ് കൺട്രോളിൽ നിന്നും അതിൽ ഇമ്പയർമെന്റ്സ് വളരെ ചെറുതാണ്. അപ്പൊ ഇത് കാരണം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം 78% കൂടി. അപ്പൊ കമ്പനി സപ്ലൈ ചെയിൻ ഫൈനാൻസിംഗ് നൽകുന്ന ഒരു NBFC ആണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വലിയ കമ്പനികളുടെ ഡീലേഴ്സ് അല്ലെങ്കിൽ SMEസിന് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് നൽകും. അപ്പൊ മോഡൽ നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ കമ്പനി ആങ്കർ ആയിട്ട് ഒരു ടൈപ്പ് ചെയ്യും, ലൈക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ XYZ മോട്ടോഴ്സ്. അതിനുശേഷം അവരുടെ ഡീലേഴ്സിന് ഫൈനാൻസ് ചെയ്യും. അപ്പൊ ഇവിടെ റവന്യൂ, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീസ് വഴി ഇവിടെ വരും. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ SG ഫിൻസർവ് ലിമിറ്റഡ് സ്ട്രോങ് ഗ്രോത്ത് നൽകിയിട്ടുണ്ട്. 100% സെയിൽസ് CAGR, അതുപോലെ 90% പ്രോഫിറ്റ് CAGR. ഇപ്പൊ 2026-27 ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയുടെ എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് ഏകദേശം 26 മുതൽ 27% ആണ്. ഇപ്പം 2026 ഫൈനാൻഷ്യൽ അവസാനം SG ഫിൻസർവ് ലിമിറ്റഡിന്റെ AUM ഏകദേശം 3936 കോടിയാണ്. അതുപോലെ 2027 ഫൈനാൻഷ്യലിലേക്കുള്ള ടാർഗറ്റ് 6000 കോടിയാണ്. അടുത്ത 3-4 വർഷത്തിൽ 10000 കോടിയുടെ AUM എത്തണമെന്നാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതിൽ 30 മുതൽ 35% ലോങ് ടേം പാറ്റ് CAGR നൽകണമെന്നും. എന്നാൽ ഇവിടെ മാർജിൻ പ്രഷർ ക്ലിയർലി വിസിബിൾ ആണ്. ഇപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 8.5% 7.7%ലേക്ക് കുറഞ്ഞു. മെയിൻലി കോമ്പറ്റീഷൻ കാരണമാണ്. അപ്പൊ ഇവിടെ വലിയ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഡീൽ വിൻ ചെയ്യാനായിട്ട് പ്രോഫിറ്റ് പല സമയത്തും കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ മാർജിൻ വീണ്ടും ചുരുങ്ങിയാൽ പ്രോഫിറ്റബിലിറ്റി ടാർഗറ്റ് ലൈക്ക് ROE, അതിൽ ROA നേടുന്നത് ബുദ്ധിമുട്ടാകും ഇവിടെ. അപ്പൊ ഈ ഒരു കേസ് നിങ്ങൾ നോക്കുക, SG ഫിൻസർവിന്റെ ബുക്കിൽ ഏകദേശം 70% സ്റ്റിൽ സപ്ലൈ ചെയിൻ ഫൈനാൻസ് ആണ്. അപ്പൊ ഇവിടെ 50 മുതൽ 60% എക്സ്പോഷർ ബിൽഡിംഗ് മെറ്റീരിയൽ സെക്ടറിലാണ്. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ മെയിൻ സെക്ടറിൽ സ്ലോ ഡൗൺ ഉണ്ടായി. അതുകൊണ്ട് മാനേജ്മെന്റ് ഗൈഡൻസ് ഇവിടെ കട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ റിസൾട്ട് ആയിട്ട് 2026 ഫൈനാൻഷ്യൽ പാക്ക് ഗൈഡൻസ് 150 കോടിയിൽ നിന്ന് 120 മുതൽ 125 കോടിയായിട്ട് ഇവിടെ കുറച്ചു. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് കൃഷ്ണ പോസ്കെം ലിമിറ്റഡ് ആണ്. അപ്പൊ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ കമ്പനിയുടെ സെയിൽസ് 60% കൂടി.
മെയിൻലി റാപ്പിഡ് ഡിമാൻഡ് കൂടുതലായതുകൊണ്ടാണ്. പക്ഷെ മാർജിന് വലിയ മാറ്റമില്ലാതെ 11.8% OPM ഫ്ലാറ്റ് ആയിട്ട് നിന്നു. ഇപ്പൊ ബോട്ടം ലൈനിൽ നല്ലപോലെ ഇവിടെ കൂടി. പക്ഷെ അത് മോസ്റ്റ്ലി ടാക്സ് ബെനിഫിറ്റ് കൊണ്ടാണ്, മെയിൻ മാർജിൻ എക്സ്പാൻഷൻ കൊണ്ടല്ല. ഇവിടെ ബിസിനസ് മോഡൽ സിമ്പിൾ ആണ്. കമ്പനി പോസ്റ്റ്പെയ്ഡ് ഇൻപുട്സ് പ്രൊക്യൂർ ചെയ്യും, എന്നിട്ട് അത് ഫെർട്ടിലൈസർ ആക്കി ഇവിടെ മാറ്റും, പിന്നെ റൂറൽ നെറ്റ്വർക്ക് വഴി വിൽക്കും. ഇപ്പം 11 മന്ത് എൻഡി ഫൈനാൻഷ്യൽ 2026 ഇൻഡസ്ട്രി ഗ്രോത്ത് ഏകദേശം 2% മുന്നോട്ടേക്ക് പോകുമ്പോൾ ഔട്ട്ലുക്ക് ഏകദേശം 5 മുതൽ 6% CAGR ആണ്. എന്നാൽ ഈ ഒരു കേസിൽ ചെറുതായിട്ട് ഇവിടെ ഡിഫറെന്റ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ഒന്ന് നോക്കാം. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ 67% സെയിൽസ് CAGR, അതുപോലെ ഏകദേശം 56% പ്രോഫിറ്റ് CAGR ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ മാർജിനിൽ ഇവിടെ പ്രഷർ ഉണ്ടായിരുന്നു. 21% ഏകദേശം 12% ഇടിഞ്ഞു. മെയിൻലി ട്രേഡിംഗ് മിക്സ് കൂടിയതുകൊണ്ടാണ്. ഇവിടെ മാർജിൻ റിലേറ്റീവ്ലി കുറവാണ്. കമ്പനിയുടെ ROCE 27%. അപ്പൊ ഇത് ഇൻഡസ്ട്രി മീഡിനേക്കാളും ബെറ്റർ ആണ്. ഇന്ത്യയുടെ ഫെർട്ടിലൈസർ ഡെഫിസിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 40% ഗ്രോത്ത് ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് ടോപ്പ് ലൈൻ ഏകദേശം 3400 കോടി വരെ എത്തിക്കാം. അതേ സമയത്ത് 142 കോടിയുടെ കാപ്പെക്സ് പുതിയ കപ്പാസിറ്റി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കപ്പാസിറ്റി ഫുൾ ആയിട്ട് യൂസ് ചെയ്താൽ പതുക്കെ 500 കോടി വരെ റവന്യൂ ഇവിടെ വരാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഓൾമോസ്റ്റ് 20%. അപ്പൊ ഇത് അസറ്റ് ടേൺ ഓവർ 3.5x അധികം ഇവിടെ ആക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ റിസ്ക് ഉണ്ട്. കൃഷ്ണ പോസ്കം ലിമിറ്റഡിന്റെ ക്യാഷ് ഫ്ലോ കൺവേർഷൻ വോളറ്റൈൽ ആണ്. റിസീവബിൾസും ഇൻവെന്ററിയും ഫ്രീക്വന്റ് ആയിട്ട് ഇവിടെ ചേഞ്ച് ആവുന്നതുകൊണ്ടാണ്. അതേസമയത്ത് റോ മെറ്റീരിയൽ ഇമ്പോർട്ട്സിൽ ഹൈ ഡിപെൻഡൻസ് ഉണ്ട്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് പ്രൈസ് ഇവിടെ കൂട്ടാം. ഇത് ഓൾറെഡി മാർജിനിൽ 70 മുതൽ 80 ബേസിസ് പോയിന്റ് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച 5 കമ്പനികൾ. അപ്പൊ ഇതിൽ 2 കമ്പനികൾ വൺ ഓഫ് ഇമ്പാക്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ പ്രൊവിഷൻസ് കുറവായതും അതുപോലെ കൃഷ്ണ പോസ്കം ലിമിറ്റഡിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടായതുപോലെയുള്ള കാരണങ്ങൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പം നിങ്ങൾ പറ, നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏത് കമ്പനിയായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? അതിൽ വേറെ ഏതൊക്കെ കമ്പനികളായിരിക്കും നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.